സ്തോത്രം. അതിന് ദൈവം കൃപ നൽകട്ടെ. വായിച്ച തിരുവെടുത്ത് വളരെ പരിചിതമായ തിരുവെടുത്താണ്. ഇയ്യോബിന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 7-8 തിരുവെടുത്തുകൾ ഒരിക്കൽ കൂടി വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മൃഗങ്ങളോട് ചോദിക്കുക, അവ നിന്നെ ഉപദേശിക്കും. മൃഗങ്ങളോട് ചോദിക്കുക, അവ നിന്നെ ഉപദേശിക്കും. ആകാശത്തിലെ പക്ഷികളോട് ചോദിക്കുക, ആകാശത്തിലെ പക്ഷികളോട് ചോദിക്കുക, അവ പറഞ്ഞു തരും. അവ പറഞ്ഞു തരും. അല്ല ഭൂമിയോട് സംഭാഷിക്കുക, അല്ല ഭൂമിയോട് സംഭാഷിക്കുക, അത് നിന്നെ ഉപദേശിക്കും. അത് നിന്നെ ഉപദേശിക്കും. സമുദ്രത്തിലെ മത്സ്യം നിന്നോട് വിവരിക്കും. സമുദ്രത്തിലെ മത്സ്യം നിന്നോട് വിവരിക്കും. ഒരിക്കൽ കൂടി നമ്മുടെ കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. യേശുനായക ശ്രീജ നമോ നമോ നാശവാരണ സ്വാമി നമോ നമോ. യേശുനായക ശ്രീജ നമോ നമോ നാശവാരണ സ്വാമി നമോ നമോ. മോശി പൂജിത രൂപ നമോ നമോ. നാശവാരണ സ്വാമി നമോ നമോ. യേശുനായക ശ്രീജ നമോ നമോ. നാശവാരണ സ്വാമി നമോ നമോ. മോശി പൂജിത രൂപ നമോ നമോ. അതിന്റെ ശബ്ദമാണ്, ഇതിന്റെ ശബ്ദം മേളി വരണം. അങ്ങനെ ചെയ്യും. പാടുമ്പോ ഇതിന്റെ ശബ്ദം മേളി. ഇന്ന് മിക്കവാറും പാട്ടധികം പാടുകയില്ല. അപ്പൊ ശ്രദ്ധിക്കുക. Here's a look at my week on Facebook gaming. Monday morning, I play puzzle games. On Tuesday, I choose racing games. Friday evening, I use groups to see what my friends want to play. Play the games you want and share with friends on Facebook Gaming. Oh, lovely. Well done. अब होगा बड़ा स्टूडियो, नया कैमरा, नई लाइट्स, लगे हाथ नई कार भी ले लो उसी लोन से। नो, लोन लिए गए काम में ही लगाओ, समय से EMI चुकाओ, क्रेडिट स्कोर बढ़ाओ और अगला लोन आसानी से पाओ। कार नहीं तो मेरी फोटो तो ले लो। आप कौन? RBI कहता है वित्तीय समझदारी समृद्ध नारी. ഇയ്യോബിന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 7-8 തിരുവെടുത്തുകളാ. മൃഗങ്ങളോട് ചോദിക്ക, അവ നിന്നെ ഉപദേശിക്കും.
ആകാശത്തിലെ പക്ഷികളോട് ചോദിക്കുക, അവ പറഞ്ഞു തരും. അല്ല, ഭൂമിയോട് സംഭാഷിക്കാം, അത് നിന്നെ ഉപദേശിക്കും. സമുദ്രത്തിലെ മത്സ്യം നിന്നോട് വിവരിക്കും. ഉപദേശിക്കുകയും പറഞ്ഞു തരികയും വിവരിക്കുകയും ചെയ്യുന്ന പ്രത്യേകമായ ചില കാര്യമാണ് ഈ പുസ്തകത്തിൽ നമ്മളിപ്പോൾ വായിച്ച് കേട്ടത്. വേദപുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ഇയ്യോബിന്റെ പുസ്തകം. സത്യവേദ പുസ്തകത്തിൽ 66 പുസ്തകങ്ങളാണ്. ആദ്യ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. അതിലെ ഇയ്യോബിന്റെ പുസ്തകം വളരെ പഴയ ഒരു പുസ്തകമാണ്. എന്നാൽ ഇത് ഓർഡറിൽ വന്നപ്പോൾ സങ്കീർത്തനത്തിന്റെ പുറകിലാണ് ഈ പുസ്തകം കൊടുത്തിരിക്കുന്നത്, ഓർഡറിൽ വന്നപ്പോൾ. എന്നാൽ ഈ പുസ്തകം പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തോളം പഴക്കമുണ്ട് ഇയ്യോബിന്റെ പുസ്തകത്തിന്. ഉൽപ്പത്തി പുസ്തകത്തോളം പഴക്കമുണ്ട്. കാരണം ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അബ്രഹാമിന്റെ മകനാകുന്ന ഇസഹാക്കിന്റെ മകനായ യാക്കോബിന്റെ പുത്രന്മാരിൽ ഇസഖാറിന്റെ പുത്രനിൽപ്പെട്ട ആളാണ് ഇയ്യോബ് എന്നാണ് വേദപണ്ഡിതാക്കളിൽ ചിലര് അഭിപ്രായപ്പെടുന്നത്. അറിവുള്ള വാക്യമാ എങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കുന്നത് ഉപകാരപ്രദമായിരിക്കും. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 7-ാം അധ്യായത്തിന്റെ 1-2 തിരുവെഴുത്തുകൾ ഒന്ന് വായിക്കുന്നത് ഉചിതമായിരിക്കും. ദൈവത്തിന് മഹത്വം. മടങ്ങിടും ശ്രീയേശുനാമം ഏഴയന് കിംബനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴയന് കിംബനാമം ശ്രീയേശുനാമം അതിശയനാമം. അപ്പൊ ശ്രദ്ധിക്കുക, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്ന അബ്രഹാമിന്റെ മകനാകുന്ന ഇസഹാക്കിന്റെ മകനായ യാക്കോബിന്റെ 12 പിള്ളേരിൽ ഇസഖാറിന്റെ പുത്രനാണ് ഇയ്യോബ് എന്നാണ് വേദപണ്ഡിതാക്കളിൽ ചിലര് അഭിപ്രായപ്പെടുന്നത്. വായിച്ചു 7:1 മുതൽ. ഇസഖാറിന്റെ പുത്രന്മാർ തോല, പൂവ, യാശൂബ് എന്ന് പറഞ്ഞാൽ എന്നാണ്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ ജോബ് എന്നാ കൊടുത്തിരിക്കുന്നത്. ഒന്ന് വായിച്ചു. മൊബൈലില്ല. വായിച്ചു. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തുന്നു. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുപിടിക്കും. അവിടെ യോബ് എന്നാ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ യോബ്, യാശൂബ്, ഇയ്യോബ് ഇതെല്ലാം ഒരാള് തന്നെ. ഉദാഹരണമായിട്ട് യാക്കോബ്, ഇസ്രായേല്, യെശൂരു എല്ലാം ഒരാളാണ്. അപ്പോൾ അങ്ങനെ പഠിച്ചു വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തോളം പഴക്കമുണ്ട് ഇയ്യോബിന്റെ പുസ്തകത്തിന്.
ഒരു കാര്യം കൂടപ്പെട്ടവരോട് പറയട്ടെ, ഈ പുസ്തകം വളരെ ശ്രേഷ്ഠമേറിയ പുസ്തകമാണ്. ഇത് വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും ഭാഗ്യമുള്ളവരാ. സ്തോത്രം. വായിക്കുന്നവനും സ്തോത്രം. വായിക്കുന്നവരും വായിച്ച് കേൾപ്പിക്കുന്നവരും ഇത് പ്രമാണിക്കുന്നവരും എല്ലാം ഭാഗ്യവാന്മാരാ. ഈ പുസ്തകം ദൈവത്തിന്റെ തിരുവചനമാണ്. എല്ലാ തിരുവെടുത്തും ദൈവശ്വാസീയമാണ്. ഇത് അനുസരിച്ചാൽ, ആചരിച്ചാൽ, അംഗീകരിച്ചാൽ, ഇത് ഏറ്റെടുത്താൽ അത് വളരെ അനുഗ്രഹമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, അങ്ങനെ പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തോളം പഴക്കമുണ്ട് ഇയ്യോബിന്റെ പുസ്തകത്തിന്. ഈ പുസ്തകങ്ങളുടെ പടക്കം നോക്കിയാൽ ഉൽപ്പത്തി കഴിഞ്ഞ ഉടനെ കൊടുക്കേണ്ട പുസ്തകം ഇയ്യോബിന്റെ പുസ്തകമാണ്. പിന്നെ എല്ലാത്തിനും ഒരു ക്രമമുള്ളത് കൊണ്ടാണ് ഇത് സങ്കീർത്തനത്തിന്റെ പുറകിൽ കൊണ്ട് ഈ പുസ്തകം കൊടുത്തിരിക്കുന്നത്. നമ്മുടെ യോഗങ്ങൾക്കും അങ്ങനെ ചില ക്രമീകരണങ്ങളുണ്ട്. പഴക്കം നോക്കിയാൽ ഉൽപ്പത്തി കഴിഞ്ഞ് ഇയ്യോബിന്റെ പുസ്തകം കൊടുക്കണം. പിന്നെ എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ട്. അതുകൊണ്ടാണ് ഇത്. ചില യോഗമൊക്കെ പ്രാർത്ഥിച്ച് നിർത്താൻ പറയും, സെൻട്രൽ പാസ് നിർത്തും. പ്രാർത്ഥനയും സുഖമല്ല, കേൾക്കാനും ഒരു ആത്മനിറവില്ല. പിന്നെ ഇത് മെനക്കേടായതുകൊണ്ടാണ് പുള്ളിക്ക് കൊടുക്കുന്നത്. അതിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന, ആത്മനിറവിൽ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. കൊടുത്തില്ലെങ്കിൽ ഇത് പിന്നെ മെനക്കേടാക്കും. എല്ലാവരുടെയും കാര്യമല്ല. ചില സഭകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, സ്തോത്രം, ഒടുവിൽ പ്രാർത്ഥിച്ച് ഇന്നയാൾ നിർത്തും. കൊടുത്തില്ലേ മെനക്കേടാ. പക്ഷേ പുള്ളിയെക്കാലം നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ ഉണ്ട്, ഇല്ലേ പ്രശ്നമാണ്. അപ്പൊ എന്ത് പറഞ്ഞതുപോലെ പഴക്കം നോക്കിയാൽ കൊടുക്കേണ്ട പുസ്തകം ഇയ്യോബിന്റെ പുസ്തകമാണ് ഉൽപ്പത്തി കഴിഞ്ഞ്. എന്നാൽ ഇത് സങ്കീർത്തനത്തിന്റെ പുറകിൽ കൊണ്ട് ഈ പുസ്തകം കൊടുത്തു. ചിലര് അഭിപ്രായപ്പെടുന്നത് ഈ ഇയ്യോബിന്റെ പുസ്തകം ഏതാണ്ട് മോശ തന്നെ എഴുതിയതെന്ന ചിലരുടെ വാദം. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തോളം പഴക്കമുണ്ട് ഇയ്യോബിന്റെ പുസ്തകത്തിന്. ഇവിടെ വായിക്കുമ്പോൾ ഇയ്യോബിനെ പറ്റി പഠിക്കുമ്പോൾ ഊസ്ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നെന്ന 1-ാം വാക്യം 1:1. ഊസ്ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ഊസ്ദേശത്ത് ഇയ്യോബ് എന്ന് പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. കെട്ടുകഥയും അമ്മമ്മക്കഥയും ഉമ്മാക്കിക്കഥയും കഴിവക്കഥയല്ല, ഉള്ള കാര്യമാണ്. ഞാൻ ആ കൃത്യസ്ഥലത്ത് പോയിട്ടില്ലെങ്കിൽ ആ രാജ്യത്ത് പോയിട്ടുണ്ട്. എന്നാൽ കൃത്യസ്ഥലത്ത് പോയവർ പറഞ്ഞ സലാല, മസ്കറ്റില്, അവിടെ ഇയ്യോബ് ജനിച്ച സ്ഥലവും ഇയ്യോബ് മരിച്ച അടക്കിയ കല്ലറയൊക്കെ നിങ്ങൾ ആരെങ്കിലും പോയി കണ്ടോ? ഞാനും പോയില്ല. ആട്ടെ, ദൈവം നിങ്ങളെ വിടട്ടെ. അപ്പോൾ അങ്ങനെ ശിംശാൻ പാസ്റ്റർ പോയി കണ്ടോ? ഇല്ല, ഞാനും പോയില്ല. ഇരിക്കുന്ന ആരെങ്കിലും പോയിട്ടുണ്ടോ? അത് നന്നായി. അപ്പൊ എന്തായാലും ചരിത്രം പഠിക്കുന്നവർക്കും അത് കണ്ടിട്ടുള്ളവർക്കും മനസ്സിലാകും ആ മനുഷ്യൻ ജീവിച്ചിരുന്നയാളാ. അങ്ങനെ ആ പുസ്തകത്തിലും അങ്ങനെ ഊസ്ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള പുരുഷൻ ഉണ്ടായിരുന്ന. ഒന്നുകൂടെ വായിച്ചോ. ഊസ്ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഉള്ള കാര്യമാണ്. ഇതിനകത്തെ കാര്യമല്ല, ഉള്ള കാര്യമാണ്. അല്ലാതെ പണ്ട് 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 ഒരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു, നിർമ്മിത കഥയല്ല. അപ്പൂപ്പനും അമ്മയും കൂടി ഇങ്ങനെ ജീവിക്കുകയായിരുന്നു. അങ്ങനത്തെ കഥയൊന്നും അല്ല ഇത്. ഉമ്മാക്കി കഥയല്ല. അപ്പൊ ഊസ്ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള പുരുഷൻ ഉണ്ടായിരുന്നു. ഇനി അവന്റെ ക്വാളിറ്റിയാണ് അടുത്ത വാക്യത്തിൽ. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവൻ. 4 ഗുണഗണങ്ങൾ അവിടെ എടുത്തു പറഞ്ഞു. നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ. നമുക്ക് നേരുണ്ടെങ്കിൽ നിഷ്കളങ്കതയില്ല, നിഷ്കളങ്കതയുണ്ടെങ്കിൽ നേരില്ല. ഇത് രണ്ടുമുണ്ട്, പക്തിയില്ല. നിങ്ങൾ ചിലരെ ശ്രദ്ധിച്ച്, ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കുക. നേരും നെറിവുണ്ട്, പക്ഷെ പക്തിയില്ല. ചിലർക്ക് ഭയങ്കര പക്തിയാ, നേരും നെറിവെന്ന് പറയുന്നത് ഇല്ല. ഇതെല്ലാം തികഞ്ഞവര് ഈ യോഗത്തിന് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുമില്ല. ഉണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കിയേര്. കണ്ടേച്ചു പോകാനല്ല,
എന്നെ കണ്ടു വെച്ച് ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് പഠിക്കാനുണ്ട്. ഇതെല്ലാം എനിക്കുണ്ട്. അങ്ങനെയുള്ള ഒരു കൈ പൊക്കണം. ഇല്ല, എന്താ ഒരു അരപ്പം മൂളിച്ചേക്കെ? കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഊസ്ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള പുരുഷൻ ഉണ്ടായിരുന്നവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവൻ. 4 ഗുണഗണങ്ങൾ അവിടെ എടുത്തു പറഞ്ഞു. ഞാൻ ഓർപ്പിച്ചല്ലോ, നമുക്ക് നേരുണ്ടെങ്കിൽ നിഷ്കളങ്കതയില്ല, നിഷ്കളങ്കം കണ്ടത് നേരില്ല, നേര് നിഷ്കളങ്കതയുടെ പക്വതയില്ല. എല്ലാം തികഞ്ഞവരാരുമില്ല. പണ്ടൊരു യോഗത്തിന് എല്ലാം തികഞ്ഞവരുണ്ട് കൈപൊക്കാൻ പറഞ്ഞപ്പോൾ ഒരാൾ കൈപൊക്കി. പിന്നീട് അറിഞ്ഞപ്പോൾ ആ ഉറങ്ങുകയായിരുന്നു. കൂടെ കൂടെ നമ്മൾ കൈപൊക്കിക്കുമല്ലോ. അങ്ങനെ പുള്ളി അങ്ങ് പൊക്കിയതാ. എല്ലാം തികഞ്ഞ ഒരുവനേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശു ക്രിസ്തു. ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമേശാത്തവൻ, പാപം തീണ്ടാത്തവൻ, പാപമറിയാത്ത പരമവിശുദ്ധനായ ഒരുവനേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശു ക്രിസ്തു. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, യാതൊരു അപാകതകളും യാതൊരു കുഴപ്പമില്ലാത്ത ഒരേ ഒരുവനെ, അത് നസറയനാകുന്ന യേശു ക്രിസ്തുവാ. എന്റെ പ്രിയനോ വെണ്മയും ചുമപ്പുമുള്ളവൻ, അവൻ 10,000ങ്ങളിൽ ശ്രേഷ്ഠൻ. ഊനമില്ലാത്ത, പാപമില്ലാത്ത, കളങ്കമില്ലാത്ത, അകൃത്യമില്ലാത്ത, യാതൊരു അപാകതയില്ലാത്ത ഒരുവനേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശു ക്രിസ്തുവാ. പ്രൈസ് ദി ലോർഡ്. ബാക്കി സകല ആൾക്കാർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു കുഴപ്പമുണ്ട്. ചിലരുടെ ഇരിപ്പും ഭാവവും ഒക്കെ കണ്ട എല്ലാം തികഞ്ഞു, ഇനി എന്നാ കാഹളം ധ്വനിക്കാത്ത? ചിലർ ആ ഇരിപ്പും ഒക്കെ കണ്ട എന്നാ മേലോട്ട് ചോദിക്കുക, എന്നാ ധ്വനിക്കാത്തെന്ന്. ധ്വനിച്ചാൽ അറിയാം നിന്റെ പരുവക്കേട്. അല്ല, അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല. ചിലക്ക് ഈ ആത്മീയം കയറി കഴിഞ്ഞാൽ പിന്നെ ആരോടും മിണ്ടുകയല്ലോ, മിണ്ടത്തില്ല, കൈ കൊടുക്കുകയല്ല. ചിലരെ കാണുന്നത് വളരെ വല്ലാതെയാണ് നോക്കുന്നത്. ആത്മീയം അങ്ങ് കയറി അവരെ സൂക്ഷിച്ചോണം, അവർ പ്രശ്നക്കാരാ. ചിലക്ക് അതിവിശുദ്ധി കയറും. ഞങ്ങളാണിപ്പം ഉള്ളതിൽ അല്പം വിശുദ്ധന്മാര്, ഞങ്ങളുടെ സഭയാണ് കുറച്ചുകൂടെ വിജയമൊന്നും പറയാതിരിക്കുന്ന നല്ലത്. എല്ലാം തികഞ്ഞ ഒരുവനേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവാ. അവിടുന്ന് ഊനമില്ലാത്തവന, പാപമില്ലാത്തവന, കളങ്കമില്ലാത്ത, സ്വത്ര യാതൊരു അകൃത്യങ്ങളില്ലാത്ത ഒരുവനേ ഉള്ളു. എത്ര കോടതി മാറി മാറി വിസ്തരിച്ച് ഒരു കുറ്റവും കണ്ടില്ലല്ലോ. ഒറ്റിക്കൊടുത്ത യൂദയും ഒടുവിൽ പറഞ്ഞത്, അയ്യോ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തെന്ന. ആ വാക്കിന്റെ അർത്ഥം കുറ്റമില്ലാത്തവനെന്ന. ക്രൂശിൽ കിടന്ന ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തം പറഞ്ഞത്, സ്തോത്രം, നമ്മൾ തെറ്റ് ചെയ്തത് കൊണ്ട് ഈ ക്രൂശിൽ കയറി, ഈ നീതിമാൻ ഒരു തെറ്റും ചെയ്തില്ലെന്ന. പീലാത്തോസ് വെള്ളമെടുത്ത് കൈ കഴുകിയതിച്ച് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്നാ പറഞ്ഞു. ദൈവത്തിന് മഹത്വം. ശതാധിപനും ഔവണ്ണം തന്നെ പറഞ്ഞത്. വാസ്തവമായിട്ട് അവിടുന്ന് നീതിമാനായിരുന്നെന്ന്. പീലാത്തോസിന്റെ ഭാര്യയ്ക്കും ദർശനവും സ്വപ്നവും ലഭിച്ച ആ സ്ത്രീയും പറഞ്ഞത്, ആ നീതിമാന് വിരോധമായിട്ടൊന്നും ഒപ്പിച്ചേക്കരുതെന്ന്. സ്തോത്രം. യാതൊരു അകൃത്യവും യാതൊരു അപാകതയുമില്ലാത്ത ഒരുവനേ ഉള്ളൂ, നസറയനാകുന്ന യേശു. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലാരാധ്യനാരുമില്ല. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലാരാധ്യനാരുമില്ല. അവനിൽ ശരണപ്പെട്ടാരുമേ ഒരു നാളും അലയാതെ മോദമായി. ഓ അവനിൽ ശരണപ്പെട്ടാരുമേ ഒരു നാളും അലയാതെ മോദമായി വരുവും മരുവിലും ശാന്തമായി. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. 10,000ങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. അപ്പൊ യാതൊരു അകൃത്യങ്ങളും കളങ്കമില്ലാത്ത ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. ഇന്ന് രാത്രി ആ ക്രിസ്തുവിനായി നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചാൽ നിങ്ങളുടെ ജീവിതം ധന്യമായി. യേശു ക്രിസ്തു ഏകരക്ഷകൻ, യേശു ക്രിസ്തു ഏകദൈവം, യേശു ക്രിസ്തു നിത്യദൈവം, യേശു ക്രിസ്തു സത്യദൈവം, യേശു ക്രിസ്തു സാക്ഷാൽ ദൈവം. യേശു ക്രിസ്തുവിൽ കൂടി മാത്രം രക്ഷ, മറ്റൊരുത്തലും രക്ഷയില്ല.
യാതൊരു അപാകതയില്ലാത്ത ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. എന്നാൽ ഇവിടെ ഇയ്യോബിന്റെ ജീവിതത്തിൽ 4 വിശേഷതകൾ പറഞ്ഞു. നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ. മാത്രമല്ല അദ്ദേഹത്തിന്റെ വിശേഷതകൾ താഴോട്ടുള്ള വാക്യത്തിലുണ്ട്. 1-2 വാക്യം കൂടെ ചേർന്ന് വായിക്കാം. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. അവന് 7 പുത്രന്മാരും 7 പുത്രന്മാരും 3 പുത്രിമാരും 3 പുത്രിമാരും. അപ്പൊ 7 3 10 പിള്ളേരുടെ ബഹുമതി എന്ന സ്ഥാനം ഇയ്യോബിനുണ്ട്. 7 3 10. പണ്ടത്തെ കാലത്ത് ഇതൊന്നും വലിയ വിഷയമോ അല്ല. 10 പിള്ളേര്. ഒരുത്തനെ 70 പിള്ളേരുണ്ടായിരുന്ന വേറെ പുസ്തകത്തിൽ വായിച്ചിട്ടില്ലേ? വായിച്ചിട്ടില്ലേ? 70 വായിച്ചിട്ടില്ലേ? ആദ്യം കേൾക്കുകയായിരിക്കും. 70 വായിച്ചിട്ടുണ്ടോ? ഒരാൾക്ക് 70 പിള്ളേര് ഇല്ലേ? പിള്ളേർ ചോദിക്കുക, ഇയാള് പിള്ളേരുടെ കണക്ക് പറയാൻ വന്നതാണോ എന്ന്. അല്ലല്ല, ഞാൻ വേദോസത്തിലെ കാര്യം പറഞ്ഞു. വേദോസത്തിൽ നിന്നാന്നല്ലേ ഞാൻ ഈ പറയുന്നത്, അതുകൊണ്ടാണ്. 70 പിള്ളേര്. പണ്ട് കാലത്തൊക്കെ അങ്ങനെ. ഞാനൊരിക്കല് വിദേശ രാജ്യത്തിനപ്പം വേറൊരു രാജാവിനെ പറ്റി എന്നോട് പറഞ്ഞു, പുള്ളിക്ക് ഉണ്ടെന്ന് 70 പിള്ളേര്. പണ്ടത്തെ കാര്യമല്ലേ, അടുത്ത കാലത്ത് പറഞ്ഞ കാര്യമാണ്. മക്കള് പല സ്ത്രീകളിൽ ജനിച്ചതാ, അവർക്കൊക്കെ അങ്ങനെ ആകാമല്ലോ. നമ്മുടെ പണ്ട് എനിക്ക് അങ്ങനെ ഒക്കുന്നില്ലല്ലോ കർത്താവ്, സങ്കടപ്പെട്ടൊന്നും ഇരിക്കണ്ട. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള ചില ആചാരങ്ങളും നിയമങ്ങളും ഒക്കെ ചിലർക്കുണ്ട്, നമുക്ക് അങ്ങനെ ഒക്കത്തില്ല. അപ്പൊ എന്തായാലും കൊള്ളാം, ഇയ്യോബിന് 7 ആൺകുട്ടികളും 3 പെൺകുട്ടികളും. 7 3 10 പിള്ളേരുടെ പിതാവ് എന്നുള്ള ബഹുമതി ഇയ്യോബിന്. അത് ചെറിയ കാര്യമല്ല. മക്കൾ യഹോവ തരുന്ന അവകാശവും ഉദരബലം ദൈവം തരുന്ന പ്രതിഫലവുമാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങള് 2 3 4 ഒക്കെ ഉള്ളത് ഒരു അനുഗ്രഹമാണ്. ഞങ്ങളുടെ വല്യമ്മയുടെ ഭാഷ പറഞ്ഞ നാരായണ പുത്തരിക്ക് ഒരെണ്ണമായിട്ട് നടക്കുക. ഇതിന് പനി. തലമുറ ദൈവത്തിന്റെ അവകാശമാണ്. ദൈവം നമുക്ക് തരുന്ന അവകാശമാണ്. അതിനെ തടയരുത്, തലമുറയെ നശിപ്പിക്കരുത്. സ്തോത്രം. ഉദരത്തിൽ വെച്ച് തന്നെ തലമുറയെ തകർക്കുന്ന വ്യക്തികളുണ്ട്. ഇത് പാപമാണ്, ദൈവത്തിന് ഇഷ്ടമല്ല. ഭ്രൂണഹത്യ, ഇതൊന്നും ദൈവം ഇഷ്ടപ്പെടുന്നതല്ല. ദൈവം അവരെ ശിക്ഷിക്കും. മക്കൾ യഹോവ തരുന്ന അവകാശവും ഉദരബലം ദൈവം തരുന്ന പ്രതിഫലമാണ്. അടുത്ത കാലത്ത് ഞാൻ ഒരാളോട് ചോദിച്ചു, പിള്ളേർ എത്രയുണ്ട്? അപ്പൊ വേണ്ടപ്പെട്ടയാളാ 2. ഓ മതി. അയന്നാ? ഓ ഇതിനെയൊക്കെ ആര് വളർത്താനാന്ന്? അങ്ങനെയുണ്ട്. ഇപ്പോഴത്തെ കാലത്തെ ഈ കഷ്ടപ്പെടാനും ബന്ധപ്പെടാനും താല്പര്യമില്ല. എല്ലാവർക്കും സുഖകരമായ ജീവിതമാണ് ഇഷ്ടം. അതാ അതിൻ്റെ ഒരു കാരണം. ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, വിഷയം അതല്ലല്ലോ. എന്തായാലും മക്കൾ ഒരവകാശമാണ്. നിന്റെ മേശയ്ക്ക് ചുറ്റും അങ്ങനെ എഴുതിയേക്കുന്നത്, മേശയ്ക്ക് ചുറ്റും ഒലിവ് തയ്യെന്നല്ല. എങ്ങനെ? ഒലിവ് തയ്യെന്നാണോ? അല്ല, തൈകള്. പിന്നെ ഭാര്യയെ പറ്റി പറഞ്ഞേക്കുന്നത് മുന്തിരി വള്ളികളെന്നല്ല. മുന്തിരി ഇപ്പൊ നേരെ തിരിച്ചാ. വള്ളി ഇഷ്ടം പോലെ ഉണ്ട്, തൈകൾ അധികം എല്ലാവരുടെയും കാര്യമല്ല. അപ്പൊ പുസ്തകത്തിലെ പ്രമാണം, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി, നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും പോലും. മക്കളൊരു അനുഗ്രഹമാക കേട്ടോ. കൊച്ചുങ്ങളെ പ്രാകുകയൊന്നും ചെയ്യരുത്. ഞങ്ങളുടെ വീട്ടിൽ 3-4 എണ്ണം ഉണ്ട് അങ്ങനൊന്നും പറയരുത്. പറഞ്ഞായിരിക്കും ഇരിക്കുന്നത്. മക്കളെ നോക്കി ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവമേ, എനിക്ക് തന്ന തലമുറയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. ആണിനായി പെണ്ണിനായി 2 3 ഉണ്ടെങ്കിൽ 4 പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോണം. ദൈവം തന്നത് അതിനെ പ്രാകുകയും അലക്കുകയും ചട്ടിയെടുത്ത് അടിക്കുകയും കോടാലിക്ക് വെട്ടാൻ ചെല്ലുകയൊന്നും ചെയ്യരുത്. ഇനി ഞാൻ കൊത്തിക്കീറുമെന്നും പറഞ്ഞു. അങ്ങനെയൊക്കെ ചെല്ലുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ചെയ്യരുത്. മക്കളൊരവകാശമാണ്. സ്തോത്രം. മക്കൾ ദൈവം തരുന്ന അവകാശമാണ്. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാ. തലമുറയെ കാണുമ്പോഴെല്ലാം വീണ്ടും വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണം.
അനേകർ തലമുറയില്ലാതെ ഭാരപ്പെടുമ്പോൾ ആമേൻ നാടൻ ഭാഷയെ പഴയ ഭാഷയെ നാടൻ ഭാഷയെ പറഞ്ഞാൽ കുഞ്ഞിക്കാല് കാണാൻ അനേകർ ആഗ്രഹിച്ച് നേർച്ച കഴിക്കുന്നവരുണ്ട്, കാഴ്ച വെക്കുന്നവരുണ്ട്, നാട് വിട്ടവരുണ്ട്. വേണ്ട മരുന്ന് കഴിച്ച ചികിത്സ. നാളൊരാൾ പറഞ്ഞു വയനാട്ടിലെ ചികിത്സയാണ്. അതെന്നാ തലമുറയെ ലഭിക്കാൻ നാട്ടുവൈദ്യമാണ്. എനിക്കറിയാം വേറെ ഒരു ഫാമിലി, പേരൊന്നും പറയുന്നില്ല, സ്ഥലവും പറയുന്നില്ല, ലക്ഷങ്ങൾ മുടക്കി ഒരു കുഞ്ഞിനെ കിട്ടാൻ ചികിത്സയ്ക്ക് വേണ്ടി. ഒടുവിൽ കിട്ടിയില്ല. പിന്നെ വേറൊരു സ്ഥലത്ത് നിന്നൊരു കൊച്ചിനെ എടുത്ത് വളർത്തുക. അപ്പൊ അങ്ങനെയൊക്കെ അനേകർ ഭാരപ്പെടുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് ദൈവം തന്ന 1, 2, 3 തലമുറ, അത് ദൈവം തന്ന അവകാശമാണ്. ആ തലമുറയെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയണം. മക്കളൊരു അനുഗ്രഹമാണ്, ദൈവത്തിന്റെ മഹത്വം, അത് അവകാശവുമാണ് നമ്മുടെ.